എല്ലാവർക്കും അമ്മൂസ് ഡേ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ബ്യൂട്ടി വ്ളോഗാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എന്ന് വെച്ചാൽ ഭയങ്കര ഹെയർ ഫോളാണ്, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സ്പാ ചെയ്യാൻ പോവാന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും പാർലറിൽ പോയിട്ടുണ്ട്. ഞാൻ ഈ പാർലറിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ എപ്പോഴും പോകുന്ന പാർലർ തുറന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത് പുതിയൊരു പാർലറാണ്. അപ്പം 2-3 ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു പിന്നെ ഹെയർ വാഷ് ചെയ്തിട്ട് സ്പാ ചെയ്യാം. ഞാൻ കെരാറ്റിൻ സ്പാ ആണ് കേട്ടോ പറഞ്ഞത്. കാരണം ഞാൻ ഓൾറെഡി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതായിരുന്നു ഒരു 6-7 മാസം മുന്നേ. അതുകൊണ്ട് പിന്നെ ഞാൻ മാറി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പാ മാസത്തിലൊരിക്കൽ ചെയ്യണമെന്ന്. പക്ഷേ നമുക്കതൊന്നും ഡെയിലി എല്ലാ മാസവും ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അപ്പം ഇപ്പം നല്ല ഹെയർ ഫോൾ വന്നപ്പം വിചാരിച്ചു പിന്നെ ഒന്ന് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർ ഏതായാലും ഹെയർ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ ഓരോരോ പാർട്ടായിട്ട് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പാ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നെല്ലാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ കുറച്ച് ഭാഗങ്ങളും ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെയ്തു തന്നത് എനിക്ക് ഇവരിങ്ങനെയാണ് ചെയ്തു തന്നത്. അപ്പം ഞാൻ കണ്ട വീഡിയോസിൽ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് പുതുതായിട്ട് ചെയ്യുന്നവർക്ക് ഒരു എങ്ങനെയാണ് ഈ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് പാർട്ടീഷൻ കഴിച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചു മുടി. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ഹെയർ നന്നായി പൊഴിയുന്നുണ്ട്. അപ്പോൾ അവരെ കയ്യിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ചെറിയ പാട്ടെടുത്തിട്ട് എന്ത് ക്രീമാണെന്ന് അറിയില്ല കേട്ടോ, കെരാറ്റിൻ സ്പാ ക്രീമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂട്ടിൽ നിന്ന് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മൊത്തമായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തായി പോകും വീഡിയോ. അപ്പോൾ അത് പുറകു ഭാഗം മൊത്തം ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുൻഭാഗം അവസാനമാണ് ചെയ്യുന്നത്. മുൻഭാഗത്തും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ എനിക്ക് കുറച്ച് താരനുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. താരനും ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ താരൻ കുറച്ച് കുറയുമെന്നാണ് പറഞ്ഞത് ഈ ട്രീറ്റ്മെൻറ്റ് സ്പാ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഞാനിപ്പോൾ ഈ ഡബ് ചെയ്യുന്നത് ഇതെടുത്തിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ഹെയർ ഫോൾ അതുപോലെ തന്നെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല, അതിന് വൈറ്റമിൻ കുറവോ എന്താണെന്ന് അറിയില്ല. ഹെയർ ഫോളിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് മാളുവാണെങ്കിൽ ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ മസാജില്ലേ, എൻ്റെ അമ്മ ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി മസാജിങ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒന്നാകെ എനിക്ക് ഭയങ്കര മൂടൊന്നും അധികം ഫ്രഷ് അല്ലാത്ത സമയത്താണ് പോയത്. വേഗം ദേഷ്യമൊക്കെ വരുന്ന സമയമായിരുന്നു. പക്ഷേ ഈ മസാജ് ചെയ്തപ്പോൾ ഞാൻ ആകെ കൂളായി. അടിപൊളി, എന്താ പറയുക, സ്വർഗം കണ്ടു എന്ന് പറയാം. അടിപൊളി മസാജിങ് ആണ് കേട്ടോ. ഇനിയിപ്പം സ്പാ എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് അറിയില്ലെങ്കിലും അതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു മസാജിങ്. ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടില്ല, കാരണം വളരെ സ്ലോയിലാണ് മസാജ് ചെയ്യുന്നത്. ഞാൻ ഇതന്നെ കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് അവർ ബാക്ക് നമ്മളെ നടുവിൻ്റെ സൈഡ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോ മൊത്തം എടുത്തിട്ടില്ല. അപ്പം മസാജിങ് അടിപൊളിയായിട്ട് നടക്കുവാന്ന്. തലയൊക്കെ എന്താ പറയുക, ചെവിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഞാൻ പിന്നെ സ്പീഡാക്കിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിലും സ്ലോയിലാണ് ചെയ്തത്. ഞങ്ങൾ കണ്ണടച്ചങ്ങ് ഉറങ്ങിപ്പോവും. ഒരുപാട് സമയം ചെയ്തു കേട്ടോ, നല്ല കുറേ സമയം ചെയ്തിട്ടുണ്ടായിരുന്നു മസാജിങ്. അപ്പോൾ എനിക്ക് ഇവർ 850 ആണ് രൂപ പറഞ്ഞത് കെരാറ്റിൻ സ്പാക്ക്. പക്ഷേ ഞാൻ മുന്നേ എപ്പോഴും പോകുന്ന പാർലറിൽ 800 രൂപയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ 50 രൂപ എന്ന് വെച്ചാൽ മസാജിങ് പൊളിയായിരുന്നു കേട്ടോ. കാരണം ഈ മസാജിങ് കണ്ടപ്പോഴത്തേക്ക് ദിനവാടൻ തന്നെ എന്നോട് ചോദിച്ചു, ആ കാശനല്ലേ പറഞ്ഞത്, കാരണം അത്രയും നന്നായിട്ട് മസാജിങ് കുറേ സമയം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ റേറ്റ് തന്നെയാണ് കേട്ടോ പറഞ്ഞത്, ഇൻക്ലൂഡിങ് മസാജിങ് കൂടിയാണ് കേട്ടോ അത്. അപ്പം ഇത് വെച്ച് നമ്മളിപ്പോൾ താമസിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ആസാം സൈഡിലാണ്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ അടിപൊളിയാണ്. ഇവരുടെ മസാജിങ്ങും പൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കഴുത്തും ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും നന്നായിട്ടൊരു മസാജിങ് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെറ്റി പുരുകൊക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളി, ചുറ്റുമുള്ളതൊന്നും ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഷോൾഡർ അവിടെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് തരുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല സുഖമല്ലേ. അപ്പം അടിപൊളി മസാജിങ് ആയിരുന്നു. നല്ല റിലാക്സേഷൻ ആയിട്ടാ, അടിപൊളി. ഹായ്, മുന്നേ കഴിഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി സുഖം കൊണ്ട്. അതുകൊണ്ട് മുഖം തന്നെ മാറി, മുഖമൊക്കെ ഫ്രഷായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കേണ്ട സാധനം കൊണ്ട് വരുന്നുണ്ട് അവർ. അപ്പം ഇതാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ, എങ്ങനെയാണെന്ന് ഇതുവരെ അറിയില്ല. അപ്പം ഹീറ്റ് എങ്ങനെ കൊടുക്കുമെന്ന് ഒന്നും അറിയില്ല. അപ്പം ഞാനതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവർ കരണ്ടിൽ കുത്തിയത് ആ പുക വരുന്നുണ്ട്, ആവി. ഇനി അത് തലയിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ താഴ്ത്തി വെച്ച് നല്ല അടിപൊളി ഹെൽമെറ്റ്, ആവി വരുന്ന ഹെൽമെറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ ആവി കൊള്ളിക്കായിരുന്നല്ലേ. ഇതിപ്പോൾ പാർലറിൽ പോയിട്ട്, പക്ഷേ മസാജിങ് പൊളി കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതെന്താണെന്ന് ഈ സാധനത്തിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം, എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ആവി വരുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം എന്നെ പുകച്ച്, എൻ്റെ തല പുകച്ച് കേട്ടോ, ആവിക്ക് വെച്ച്. അപ്പം വേർപ്പൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊഴിയുന്നുണ്ടായിരുന്നു ആവിയിൽ നിന്ന് വന്നേ. അപ്പോൾ ആവിയും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മസാജിങ് കഴിഞ്ഞ് ആവിയും കൂടി കിട്ടുമ്പോഴത്തേക്ക് നല്ല അടിപൊളി, നല്ല മൈൻഡൊക്കെ ഫ്രഷായി, നല്ല സുഖം കിട്ടി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അവരൊന്ന് ഫാൻ ഇട്ട് വെച്ചു കേട്ടോ, ഹെയർ ഒന്ന്, കാരണം ഈ അതിൻ്റെ ആവി ഇറങ്ങിയതല്ല, അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഫാൻ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി വെച്ചു, ക്ലിപ്പൊന്ന് അയച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം ഒന്ന് അതൊക്കെ താഴ്ന്നതിന് ശേഷം, വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഹെയർ പിന്നെയും വാഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മളെ മുടി സെറ്റാക്കി തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ഏകദേശം കഴിഞ്ഞു. നല്ല കയ്യിൽ വിരലില്ലേ ഈ തലമുടിൻ്റെ ഇടയിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്തുകൊണ്ടാണ് ഹെയർ നമുക്ക് വാഷ് ചെയ്ത് തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ടവലിട്ട് അധികം അങ്ങ് എന്താ പറയുക, റഫായിട്ടൊന്നും തോർത്തൊന്നുമില്ല, ഇങ്ങനെ ഒപ്പിയെടുക്കുകയുള്ളൂ. വീട്ടിലൊക്കെ ഇങ്ങനെ ഒരാൾ ചെയ്തു തരാനുണ്ടാകുമ്പോൾ നല്ല സുഖമാണ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ ചെയ്തു തരുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് മുടി വളരും. നമ്മൾ സ്വന്തമായിട്ട് എന്താണെന്നോ ചെയ്യുന്നത്, അന്ന് കെയറിങ് കുറഞ്ഞിട്ടാണ് ഈ ഹെയർ ഫാളൊക്കെ ഉണ്ടാവുന്നത് തോന്നുന്നു. അന്നേരമൊക്കെ എത്ര മുടി ഉണ്ടായിരുന്നു എന്നറിയാം. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ ആൾ വേണം, അപ്പോൾ നല്ല സുഖമാണ്. പക്ഷേ ഇങ്ങനെ പാർലറിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് എപ്പം ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മുടി ഡ്രയർ വെച്ച് ഉണക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഉണങ്ങി. ഇനി കോമ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഈ സെറ്റ് ചെയ്ത് തരുന്നത് ഒരു കുളി വരെ ഉണ്ടാവുമല്ലോ കേട്ടോ. കുളി കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിൽ തന്നെ ആവും. അപ്പം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മാളൂനാകെ പ്രശ്നമായി കേട്ടോ. അവൾക്ക് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ലഹളി ഉണ്ടാക്കുന്നുണ്ട്. എന്തായിട്ടും എനിക്കൊരു ഡ്രയർ വാങ്ങിക്കണം. കാരണം ഇവിടെ ക്ലൈമറ്റൊക്കെ ഏതായാലും തണുപ്പ് വരാൻ തുടങ്ങി. അപ്പം തണുപ്പത്ത് കുളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജലദോഷവും മുടി, അല്ലെങ്കിൽ ഡെയിലി കുളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഡ്രയർ വെച്ചിട്ട് ഉണക്കണം. അപ്പോൾ ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്താണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇനിയൊരു രക്ഷയില്ല, കാരണം എപ്പോഴും അസുഖങ്ങളാണ്. അപ്പം എന്തായിട്ടും വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവളെ സമാധാനിപ്പിച്ചത്, നമുക്ക് ഡ്രയർ വാങ്ങിക്കാം, അപ്പോൾ വീട്ടിൽ ചെയ്യാമെന്നൊക്കെ. ഡെയിലി ചെയ്യുന്നത് എപ്പോഴും മുടിക്ക് ഡാമേജാണ്. പക്ഷേ ഈ ഒരു വിൻ്റർ സീസണിൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ ഒരുപാട് മുടി കൊഴിഞ്ഞു പോയിട്ട്, ഒരുപാട് തിക്നെസ് പോയി, കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഹെയർ സ്പാ കഴിഞ്ഞ് മുടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാനുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.